കരീമാ. മാന്യമായ വർത്തമാനം പറയണേ, ആവശ്യമില്ലാത്തൊരു വാക്ക് അവരോട് പറയരുതേ. എപ്പോഴും അവരോട് സംസാരിക്കുമ്പോ മാന്യമാകുന്ന ആദരവിന്റെ സംസാരം നടത്തണേ. അനാവശ്യമാകുന്ന ഒരു ഭാഷണം പറയരുതേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹോദരൻ കടന്നു വരുന്നു. നബി തങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉപ്പ അദ്ദേഹത്തിന്റെ പിറകിലാണ് ഉള്ളത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മൻ ഹാദാ, ഇതാരാണ് പൊന്നുമോനെ ഈ വരുന്നത്? ഹാദാ അബി യാ റസൂലല്ലാഹ്, ഇതെന്റെ വാപ്പയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തംശി അമാമഹു, നിന്റെ വാപ്പയുടെ മുന്നിലൂടെ നടക്കല്ലേ. വലാ തജ്ലിസ് ഖബല ഖുഊദിഹി, വാപ്പ ഇരിക്കുന്നതിന് മുമ്പ് നീ ഒരു സദസ്സിൽ ഇരിക്കരുതേ. മാതാപിതാക്കൾ അഭിപ്രായം ചോദിക്കാതെ ഒരു വിഷയത്തിൽ നീ ഇടയിൽ കയറി സംസാരിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത ഉപദേശം 1400 വർഷം മുൻപ് കൊടുത്തതായ ഉപദേശം 1400 വർഷങ്ങൾക്ക് ഇപ്പുറം ഇത് ശ്രദ്ധിക്കുന്നവരുണ്ടോ? സമ്പത്ത് കൂടുമ്പോ വാപ്പയെ പിറകിലാക്കി മുന്നിൽ യാത്ര ചെയ്യുന്നവരില്ലേ? ഉമ്മായ പുറകിലിരുത്തിക്കൊണ്ട് സഞ്ചരിക്കുന്നവരില്ലേ? അവരോട് മോശപ്പെട്ട വർത്തമാനം പറയുന്നവരില്ലേ? ആദരവും ബഹുമാനവും വകവെച്ചു കൊടുക്കാതെ അവരുടെ മുന്നിൽ കയറി കാലിന്മേൽ കാല് കയറ്റി വെച്ചുകൊണ്ട് ധിക്കാരികളുടെ അഹങ്കാരികളുടെ ഇരുത്തം ഇരിക്കലില്ലേ? ഒരു വിഷയം പോലും വാപ്പയോട് ഷെയർ ചെയ്യാതെ, ഉമ്മയോട് മുശാവറ ചെയ്യാതെ, മാതാപിതാക്കളോട് കാര്യങ്ങൾ പറയുക പോലും ഇല്ലാതെ സ്വന്തമായി കാര്യങ്ങൾ നടത്തുന്ന മക്കളില്ലേ? സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നതായ സമുദായമല്ലേ? ഇതിനെ ചോദിക്കുന്നു, വാപ്പയുടെ ചോദിക്കേണ്ട കാര്യമില്ല. എന്താ നമ്മള്